ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കുമെന്ന PV അൻവർ 24നോട്. പിണറായി സിസ്റ്റത്തിനും പൊളിറ്റിക്കൽ നെക്സസിനുമെതിരെ ജനം വിധിയെഴുതും. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്നും PV അൻവർ 24നോട് പറഞ്ഞു. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂർ MLA PV അൻവർ നമുക്കൊപ്പം ചേരുകയാണ്. MLA, അപ്പോൾ വോട്ടൊക്കെ പെട്ടിയിലായി. എങ്ങനെയാണ് വയനാട്ടിലെയും അതുപോലെ ചേലക്കരയിലെയും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? ചേലക്കരയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. DMKക്ക് ജയിക്കുമെന്ന് ജനങ്ങൾ പറയുന്നു. എന്തായാലും വെറും 33 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടനയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. 33 ദിവസം കൊണ്ട് ഒരു സോഷ്യൽ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പിണറായിസത്തിനെതിരെ, ഈ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ എന്നത് ഈ പെട്ടി തുറക്കുന്നതെന്ന് നമുക്കറിയാം. LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ. അതുകൊണ്ടെന്താ, അതൊക്കെ പണ്ടല്ലേ, സിറ്റിംഗാണ്, കോട്ടയാണെന്നൊക്കെ പറയുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു. അത് നമുക്കറിയാം. 23-ാം തീയതി വയനാട്ടിലെ UDFിനൊപ്പം ചേലക്കരയിലെ DMKക്കും. അപ്പോൾ വയനാട്ടിലെ വിലയിരുത്തൽ കൂടി എത്തുമ്പോൾ അല്ല, വയനാട്ടിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. കോൺഗ്രസ് വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ആ ഇലക്ഷനെ കൈകാര്യം ചെയ്തതെന്നാണ് ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു 3-4 ദിവസം മുമ്പ് KPC പ്രസിഡൻറ്റിനെ അവിചാരിതമായി ചേലക്കരയിൽ നിന്ന് കണ്ടപ്പോൾ ഇത് അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. DMK പ്രവർത്തകർ എല്ലാ സ്ഥലത്തും വിളിച്ച് പറയുന്നുണ്ട്, പ്രവർത്തകർ സജീവമല്ല കോൺഗ്രസ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഏകദേശം പാറ്റേൺ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ ഭൂരിപക്ഷത്തിനെ അത് ബാധിക്കുമല്ലോ. പാലക്കാട് എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ് 16 തട്ടിലല്ല, ഇവിടെ 16 തട്ടിലാണ്. അതിപ്പോൾ ഈ വയനാട് ചെയ്ത പോലെ അശ്രദ്ധ അവിടെ വന്നാൽ അവിടെയും വലിയ വീഴ്ച വരും. AC റൂമിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതിലും വലിയ അപകടം ഉണ്ടാവും. അവർ വിയർക്കാൻ തയ്യാറായാൽ പാലക്കാടിൽ കുഴപ്പമില്ല. രണ്ടാമത് കോൺഗ്രസിലെ വിഷയങ്ങൾ ഒന്നും അവിടെ സെറ്റിലായിട്ടില്ല. അക്കോർഡിംഗ് ടു എനിക്ക് കുറച്ച് ബന്ധമൊക്കെ ഉണ്ടല്ലോ. അവിടെ BJPക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അല്ല, അതിപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും സ്വാധീനം ഉണ്ടല്ലോ. BJPക്ക് എതിരായ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ കാരണം എന്താ? BJPയുടെ ശക്തമായ സെക്കൻഡാണ് എന്നുള്ളതുകൊണ്ടല്ലേ. അതല്ല, അവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സരീനെക്കുറിച്ച് വലിയ എതിർപ്പ് CPM-ൽ ഉണ്ട്. അപ്പോൾ ജനം വലിയ രീതിയിൽ DMK പിന്തുണച്ചു എന്നാണ് PV അൻവർ പറയുന്നത്.